ചവറ പുത്തൻ സങ്കേതം കെ.സി. പിള്ള സ്മാരക ഉദയഗ്രന്ഥശാലയിൽ പ്രതിഭാസംഗമം നടത്തി. വിദ്യാർത്ഥി പ്രതിഭകൾക്കും വിവിധ മേഖലകളിൽ നിന്ന് വിരമിച്ചവർക്കും ആദരവും നൽകി. കോയിവിള പുത്തൻ സങ്കേതം കെ.സി. പിള്ള സ്മാരക ഉദയഗ്രന്ഥശാലയിലാണ് പ്രതിഭാസംഗമം സംഘടിപ്പിച്ചത്. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 1ാം റാങ്ക് നേടിയ നീരജ് ബിജു, SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർ, B.Pharm ഡിഗ്രിയിൽ മികച്ച വിജയം നേടിയ ആതിര രവി, കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർ, കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ മികച്ച ലൈബ്രറിയനായി തെരഞ്ഞെടുത്ത വിജയലക്ഷ്മി സുജേഷ്, ജില്ലാതല കേരളോത്സവത്തിൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം നേടിയ സൽമാൻ ഔഷാദ്, DYSP പ്രൊമോഷൻ ലഭിച്ച Y മുഹമ്മദ് ഷാഫി, ഇന്ത്യൻ മിലിറ്ററി ആദരവ് നേടിയ അനിൽകുമാർ K എന്നിവരെയാണ് ആദരിച്ചത്. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. ഒന്ന് പഴയതുള്ളവരിങ്ങനെ പഠിച്ചു ശീലിക്കുന്നു, 2 പഴയതെല്ലാം തിരുത്തണം എന്ന് രണ്ടിനും 2 മഹത്വമുണ്ട്. അത് നമ്മളെപ്പോഴും പഠിക്കേണ്ടത് ഒരു റെഡ്ഡിങ്സ് അറിയാം, അമേരിക്കയിലെ ഗോത്രവർഗ്ഗക്കാരൻ. അവര് കൃത്യമായി അവർക്ക് അറിയാവുന്ന പ്രകൃതിയാണ്, ധർമ്മറിയില്ല. എഴുത്തുകാരൻ അങ്ങനെയായിരുന്നു. എന്നും കാറ്റിനെ കണ്ടു, വെയിലിനെ കണ്ടു, അതിനെ എങ്ങനെ ജീവിതത്തിലേക്ക് പകർത്തി കൊടുക്കാം അറിയാൻ വയ്യാത്തവരിൽ പഠിപ്പിച്ചൊരു ലോകമാണ് എഴുത്തുകാരൻ. വാൽമീകി വരെ തന്നെയാണ്. വാൽമീകി നാഗരെന്ന കൊള്ളക്കാരനെ നീ കട്ടു നടന്നോളൂ, പക്ഷെ നിന്റെ ഭാര്യ സമ്മതിച്ചാൽ മാത്രം ഈ തൊഴിൽ തുടരുക എന്ന ബോധ്യപ്പെടുത്തുക. അപ്പൊ ഭാര്യ പറ്റില്ല, നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഫലം നിങ്ങൾ അനുഭവിക്കില്ല, ഞാനതിന് പങ്കില്ല എന്ന ബോധമുണ്ടാകുന്ന ആദ്യത്തെ വാക്കാണ് കാവ്യമായത്. ഭാര്യ പറയുന്നു, നിങ്ങൾ ചെയ്തു, ഞാൻ വലിയ സന്തോഷമായി, നിങ്ങൾ തട്ടുകൊണ്ടു, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കവിയൊക്കെ. അപ്പം രത്നാകരൻ എന്ന കൊള്ളക്കാരനെ ശരിക്കും നേർവഴിക്ക് നയിച്ചത് ആദ്യത്തെ ഒരു ഭാര്യ അല്ലെങ്കിൽ പെണ്ണെന്നുള്ള വാക്കാണ്. ഞാനത് പറയാൻ കഴിച്ചാൽ ജീവിതത്തിലെ ഏത് കാലത്തും റെഡിനെസിന്റെ കാര്യം പറയാം, എപ്പോഴും ആദ്യത്തെ അറിവ് പ്രകൃതിയാണ്. ആ അറിവാണ് ശരിക്കും നമ്മുടെ ആദ്യ വായന, ആദ്യത്തെ ഉദയം. റെഡിനെസിലെ അവർക്ക് വേറൊന്നും അറിയില്ല, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, പിന്നെ സമൂഹ ബന്ധമില്ല, പരിഷ്കാരമില്ല. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, വെയിൽ, മഴ, മഞ്ഞ് വരുമ്പോൾ കാട്ടിൽ നിന്ന് തടികൾ ശേഖരിക്കണം. എന്തിനാ? ആ മഞ്ഞിനെ അതിജീവിക്കാൻ തീ കത്തിക്കണം. എത്ര തടി കിട്ടുന്നു അത്രയും അവർ ശേഖരിച്ച് ആ മഞ്ഞിനെ അതിജീവിക്കുന്നത് തീ കൊളുത്തിയിടാൻ പറ്റുന്ന. ഉദയ പ്രസിഡന്റ് S. അശോകൻ അധ്യക്ഷത വഹിച്ചു. KS. ബിജുകുമാർ സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിൽ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് അനിൽ പുത്തേഴം, അഡ്വക്കേറ്റ് മണിലാൽ, ഐഷിഹാബ്, S. സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബുഷ്ര, പഞ്ചായത്ത് അംഗം R. രാജീവൻ, GHSS പ്രിൻസിപ്പൽ വിജയജാനകി MK, പ്രഥമാധ്യാപിക ഡോക്ടർ സ്മിത S. നായർ, P. ശിവൻ, MK മുദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.